വിജേഷ് പാണത്തൂറിന്റെ കഥയ്ക്ക് ശ്രീഹരി വടക്കൻ തിരക്കഥ എഴുതി സംഭാഷണങ്ങൾ ഒരുക്കി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, സോഷ്യൽ മീഡിയ റീലുകളിലൂടെ പ്രശസ്തനായിട്ടുള്ള അമീൻ, ശീതൾ തുടങ്ങിയ ഒരു വലിയ താരനിരയുമായിട്ട് റിലീസായിരിക്കുന്ന സിനിമയാണ്. ആൽബി ആന്റണിയാണ് ഇതിന്റെ DOP ചെയ്തിട്ടുള്ളത്. സൂരജ് ES ആണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ബിബിൻ അശോക് പാട്ടുകൾ ഒരുക്കിയപ്പോൾ ശങ്കർ ശർമ്മയാണ് ഇതിന്റെ BGM ഒക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇറ്റ്സ് എ ഫൺ മൂവി. തിയേറ്ററിൽ ഇങ്ങനെ നമുക്ക് ജോളി ആയിട്ട്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ട്സുമായിട്ട് പോകാനാണ്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളൊരു 5-6 പേരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കിതിലെ ചില ക്യാരക്ടേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സുഹൃത്തുക്കളിൽ ഇത് അവൻ്റെ തന്നെ അതേ സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, ക്യാരക്ടേഴ്സ്, അതിലുണ്ടാവുന്ന കുറച്ച് ഹ്യൂമർ എലമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനിൽ നിന്ന് അതിനെ തുടർന്നുണ്ടാവുന്ന ഫണ്ണും അങ്ങനെയുള്ള എലമെൻസും ഒക്കെ നല്ലോണം വർക്കാവുന്ന ഒരു ജോളി പരിപാടി, ഫൺ വൈബ് പടം എന്ന് പറയില്ലേ, അങ്ങനെ ചിരിച്ച് കളിച്ച് ആസ്വദിച്ചിരുന്ന് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പ്രകമ്പനം ഫീൽ ചെയ്തത്. നമുക്ക് അതുപോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസസ് ആണ്. കാരണം ഇതിൽ ഹ്യൂമർ ഉണ്ട്, അതിൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ ഇവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. ആൻഡ് ഈ സിനിമയിലെ സ്റ്റാർ പെർഫോമർ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത് സാഗർ സൂര്യയാണ്. എന്ത് ഗംഭീരമായിട്ടാണ് മച്ചാൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അറിയോ. സാഗറിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ള, എന്ന് വെച്ചാൽ പണിയിൽ നമ്മൾ കണ്ടിട്ടുള്ള, ഇൻ്റർവ്യൂസിലും ബിഗ് ബോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ സാഗറില്ലേ, അതല്ലാത്തൊരു ക്യാരക്ടറിനെയാണ് അയക്ക് ഈ സിനിമയിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ വേറൊരു വേരിയേഷൻ കൂടി അയക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഞാൻ സ്പോയിലർ ആവണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് ഇൻഡെപ്ത് പോകാത്തത്. പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അതിഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ആ മാനറിസംസ് ഒക്കെ പിടിച്ചു പോകുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മച്ചാനെ നല്ല പണിയെടുത്തിട്ടുണ്ടല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അയാൾ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ആസ് പ്രേക്ഷകർ നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് മുഴുവൻ സിനിമയിലുണ്ട്. ഗണപതി ആസ് യൂഷ്വൽ നന്നായി ചെയ്തിട്ടുണ്ട്. അമീൻ്റെ ആ ഒരു റീൽസിൽ മാത്രമല്ല, അവർ ഈ സ്ക്രീനിലേക്ക് വരുമ്പോഴും, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ ടൈമിംഗ് പരിപാടികളൊക്കെ പഠിച്ചു പോയതുകൊണ്ടായിരിക്കും ആക്യുറേറ്റ് എന്ന് നമ്മൾ പറയില്ല, ഇതാണ് അതിൻ്റെ സ്കെയിലിൽ നമുക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന പോലെ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അമീൻ മാത്രമല്ല, വേറെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അസീസ് നെടുമങ്ങാട്, കലാഭവൻ നവാസ് തുടങ്ങിയിട്ടുള്ള സീനിയർ താരങ്ങളുണ്ട്. അവരുടെയും പ്രകടന മികവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. എന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു. അതിപ്പോൾ പാട്ടുകളായിട്ടാണെങ്കിൽ തള്ള വൈബ് പാട്ട്, അതിൻ്റെ സ്പേസ് എന്താണ്, എവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. പാട്ടുകൾ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും സിനിമ ഇങ്ങനെ ഫുൾ ചാർജിൽ നിലനിർത്തുക എന്ന് പറയില്ല, അത് ഈ പറയുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചേർന്നൊരു ഒരു മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ടത് വിഷ്വൽസ് ആണ്. ഈ പറയുന്ന ആ ഒരു മൂഡിനെ അതുപോലെ പിടിച്ചു പോകുന്ന ട്രാൻസിഷൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ ക്യാരക്ടർ ചേഞ്ച് പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിൻ്റെ വിഷ്വൽ ഔട്ട്പുട്ട് കാണാൻ, നമ്മൾ കാണാൻ ഇടയാക്കിയിട്ടുള്ള എല്ലാ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും, അതിപ്പോൾ മേക്കപ്പ് ഒക്കെ പ്രത്യേകം പറയണം. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ മേക്കപ്പ് പരിപാടി ഉണ്ടല്ലോ, അയ്യോ അടിപൊളി വർക്കാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനൊക്കെ ഇനി ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേയും കൂടി ഗംഭീരമാവുമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ബഡ്ജറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ ഇത് വേറെ ലെവലിൽ ചെയ്യിപ്പിച്ചേനെ നമുക്ക് തോന്നുമല്ലോ ചില സിനിമ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു ഫീലിൽ ഇതിൻ്റെ മേക്കപ്പ്, ആർട്സ്, കോസ്റ്റ്യൂം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ VFX സംഭവങ്ങളൊക്കെ സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് ഇപ്പോൾ ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ VFX എലമെൻറ്റ്സ് ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ VFX ഇട്ട് അലമ്പാക്കാമായിരുന്ന കുറേ സീനുകളുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ കുറച്ച് എഫക്റ്റ് ഇടാം, ഇങ്ങനെ നമുക്ക് എഫക്റ്റ് ഇട്ടിട്ട് ഇതിങ്ങനെ വലുതാക്കി മാറ്റാം എന്നൊക്കെ പറയുന്ന അങ്ങനത്തിലൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചു. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, അത് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷേ അത് സിമ്പിൾ പരിപാടികളാണ്. ഒരു പണിയെടുക്കാതെ ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്, ഒരു സിമ്പിൾ സാധനം. അതിനെ എഫക്റ്റീവായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവർ ഈ സിനിമയിലെ പല എലമെൻസും വർക്ക് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ ടോട്ടൽ സ്റ്റോറിയും എക്സിക്യൂഷനും എല്ലാം ചേരുന്ന ഒരു പോർഷനാണ്. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണെങ്കിൽ സിമ്പിൾ ലൈനാണ്. 1-2 ലൈനിൽ എനിക്ക് ഈ മുഴുവൻ സിനിമയുടെയും കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു കഥയെ ഭയങ്കര രസമായിട്ട്, എൻഗേജിങ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു മീറ്റർ പിടിച്ചു പോവുക. അതിൻ്റെ ഇടയിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുക, അതുപോലെ വിശ്വാസങ്ങളെ വിമർശിക്കുക, സദാചാര ചിന്തകൾ, ഇങ്ങനെയുള്ള കുറേ എലമെൻസിനൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ലൈനിൽ ഇത്രയും സാധനങ്ങൾ എഫക്റ്റീവായി ആഡ് ചെയ്ത് അതിനെ എൻഗേജിങ്
ത്രില്ലിംഗ് ആയിട്ട് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയില്ലേ. ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ വലിയ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ എൻ്റയർ ക്രൂ ആ ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയൊക്കെ ഉണ്ടല്ലോ ബോളിവുഡുകാർ കണ്ടു കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ടുപോകും. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി അഡൽട്ട് കോമഡികളൊക്കെ മിക്സ് ചെയ്തിട്ട് അവന്മാർ പറ്റുകയാണെങ്കിൽ ഒരു 10 പാർട്ടെങ്കിലും ഇറക്കും. അതിനുള്ള ഒരു ബേസ് സാധനം ഈ സിനിമയിലുണ്ട്. ആ ഫണ്ണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിരുന്നു. അതവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹം ചാഹിയേ എന്നൊക്കെ പറഞ്ഞ് വരികയും ഇതിൻ്റെ ഒരു 10-15 പാർട്ട് അവർ റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സിനിമയ്ക്കും വേണമെങ്കിൽ അടുത്തൊരു പാർട്ടൊക്കെ അവർക്ക് പിടിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു TCL ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ കണ്ടുവരുന്നൊരു രീതിയാണ് എല്ലാ സിനിമയുടെ അവസാനം അടുത്ത പാർട്ടിൽ ബാക്കി കാണിച്ചു തരാമെന്ന് പറയുന്ന പരിപാടി. ഈ സിനിമ അങ്ങനെയല്ല അവർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വേണമെങ്കിൽ അടുത്തൊരു പാർട്ടിലേക്കും പോകാവുന്നൊരു ഒരു രീതിയിലാണ്, ഭയങ്കര രസമായിട്ടാണ് അവർ എൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫൺ എലമെൻറ്റ്സ് ആണെങ്കിലും ഹൊറർ എലമെൻറ്റ്സ് ആണെങ്കിലും മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാഗർ സൂര്യയുടെ ഗംഭീര പ്രകടനം കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു രസമുള്ള വൈബ് പടമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ ഭയങ്കര ജോളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റേ ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. ഇന്ന് തിയേറ്റർ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിരുന്നു എന്ന് പറയാം. ഒരുപാട് പിള്ളേർ സിറ്റുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്താണ് പടം കണ്ടത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് താഴ്ത്താൻ അറിയാത്ത, മൊബൈൽ ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ച് നോക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ തിയേറ്ററിലുണ്ടായിരുന്നു. എൻ്റെ മുഴുവൻ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലൊക്കെയാണ്. ഈ എന്ത് പറയാനവരോടൊക്കെ എത്രയെന്ന് വെച്ചാൽ നമ്മൾ പറയുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അതുപോലെ തിയേറ്ററിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ, സിനിമയിൽ എന്തായാലും നെഗറ്റീവ് പറയാനില്ല, തിയേറ്ററിൽ നെഗറ്റീവായി ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ തിരുവനന്തപുരത്ത് ആർട്ടിക് സിനിമാസിൽ OD2 പടം കാണുന്നത്. ഭയങ്കര ക്രോപ്പായിരുന്നു. എന്ന് വെച്ചാൽ പുകവലിയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കുന്ന ആ സൈൻ പോലും ക്രോപ്പാണ്. ആ പുകവലിയുടെ പോലും കട്ടായി പോകുന്ന പോലെ അത്രയും സൂം ചെയ്തിട്ടാണ് അവർ ആ സിനിമ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സിനിമ കാണണമെങ്കിൽ ഇനി OTT വരാൻ കാത്തിരിക്കണമെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അത് ഈ സിനിമാക്കാരൊന്ന് എഫേർട്ട് ഇട്ടാലേ പറ്റുള്ളൂ. തിയേറ്ററുകാർ ഈ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളൊക്കെ തോന്നിയ പോലെ അവർക്ക് സൂം ചെയ്ത് അല്ലെങ്കിൽ ആ സ്ക്രീൻ നിറച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്ന പരിപാടികളാണ്. അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത് സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. നമുക്ക് നിങ്ങളുണ്ടാക്കി തന്നിട്ടുള്ള സിനിമ അതിൻ്റെ ഫുൾ എഫക്റ്റിൽ ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തൊരു വർക്ക് നല്ല ഇമ്പാക്റ്റിൽ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും പറ്റില്ല. സിനിമാക്കാർ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തണം. ഈ തിയേറ്ററിൽ സിനിമ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കാണിക്കുന്ന പരിപാടി എല്ലാ സ്ക്രീനുകളിലും എല്ലാ സിനിമകളും ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സിനിമയെ അങ്ങനെ ക്രോപ്പ് ചെയ്ത് കണ്ടതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തൂ. തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുണ്ട് എല്ലാ സിനിമകൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ ശരി, ബൈ.